ഒരു നല്ല തമാശയുള്ള ഇത് കണ്ടായിരുന്നു കേട്ടോ. ഒരു ട്രോളാണ് അത്. 2020 ഇങ്ങനെ പോകാനായിട്ട് നിൽക്കുന്നപ്പോൾ ഓടിച്ചെന്ന് 2021 കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് പറയുന്നു, അവനായിരുന്നു ഭേദമെന്ന് പറയിക്കല്ലേടാന്ന്. നല്ല രസമുള്ളൊരു ട്രോള്. അപ്പം അത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മൾ പലരും പല രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അവരെങ്ങനെയാണ് കണ്ടത്, അവരെങ്ങനെയാണ്. ചിലർ പറയുന്നു വളരെ നല്ല വർഷമായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു. മറ്റൊരു പറയുന്നു, അയ്യോ ഭയങ്കര മോശമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഒരേ വർഷം തന്നെയാണ് കടന്നുപോയത്. അപ്പോൾ അതിനകത്ത് ഒരു വാചകമുണ്ട്, പണ്ട് ബെഞ്ചമിൻ ഡിസ്രേലി എഴുതിയതാണ്. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം. പറഞ്ഞ, ഐ എം പ്രിപ്പയർഡ് ഫോർ ദ വേഴ്സ്റ്റ് ബട്ട് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഏറ്റവും മോശം കാര്യം വരുമെന്നോർത്ത് ഞാൻ പേടിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ്, പക്ഷേ നല്ലത് വരുമെന്ന് അതേസമയം ആശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ലോകത്തെല്ലാവരും തന്നെ സക്സസ്ഫുൾ പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് അവർക്കുള്ള ലക്ഷണങ്ങൾ അങ്ങനെയൊക്കെ കുറേ ഇല്ലേ മോട്ടിവേഷണൽ സാധനങ്ങൾ, അവരെപ്പോഴും പറയുന്ന കാര്യമാണ് ഈ ഒരു കോട്ട് അദ്ദേഹത്തിൻ്റെ. എപ്പോഴും നമ്മൾ അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു തരാൻ എളുപ്പമാണ്, പക്ഷേ അത് പറയും പോലെ ചെയ്യാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ അതിനൊപ്പം നമ്മളെ വേഴ്സ്റ്റായിട്ടുള്ള കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ തന്നെ ഫേസ് ചെയ്യാനുള്ള മറ്റൊരിതാണ്, നമ്മൾ എന്തൊക്കെ കൂടെ കാര്യങ്ങളിലാണ് കടന്നു പോയത് എന്ന് കൃത്യമായി അവലോകനം ചെയ്യുക. അത് എങ്ങനെയാണ്, അതിൽ ചിലത് നമ്മളവിടെ തോറ്റുപോയതുണ്ടാവാം, ചിലത് നമ്മൾ ജയിച്ചതുണ്ടാവാം. അത് നമ്മളെ എവിടെയെങ്കിലും പൊട്ടാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മളെ തിരിച്ചറിയിക്കും. അതേപോലെ ഇതിൻ്റെ അപ്പുറം ചാടിക്കടന്നവനാണ് എന്ന് പറയുന്നത് പോലെ, അന്ന് ഞാൻ ഇങ്ങനെയാണല്ലോ അതിനെ കൈകാര്യം ചെയ്തത്, അന്ന് എനിക്കത് ചെയ്യാൻ പറ്റിയല്ലോ, അപ്പോൾ അതിൽ കൂടി അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് അതുക്കും മേലെ വന്നാൽ എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യുന്നത് എന്ന് ഒന്ന് ചിന്തിക്കാനായിട്ട് കൃത്യമായിട്ട് പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരിയുണ്ട്, മായ ആംഗ്ലോ, ഫെമിനിസ്റ്റ് എഴുത്തുകാരിയാണ്. അവരൊരു ഇൻ്റർവ്യൂവിൽ ഒരിക്കൽ പറയുണ്ടായി, നമ്മൾ ഒരുപാട് തോൽപ്പിക്കുന്ന പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ടാവും, പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മൾ തോൽപ്പിക്കപ്പെടണമെന്നല്ല. പക്ഷേ ആ ഒരു പ്രതിസന്ധിയെ നമ്മൾ നേരിടുക തന്നെ വേണം. നേരിട്ടതിന് ശേഷം വേണം നമ്മൾ എന്താണെന്ന് തീരുമാനിക്കണം. അതിന് ഒളിച്ചോടുകയോ അത് വരാതിരിക്കാൻ വേണ്ടി റിസ്ക് എടുക്കാതിരിക്കുകയോ അങ്ങനെ അല്ല വേണ്ടതെന്ന്. അങ്ങനെ ഈ പ്രതിസന്ധികളെ നേരിടുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയുക എന്നത്. അപ്പോൾ ഒരു ചെറിയ കഥ പറയാം അത് സംബന്ധിച്ച്. നിങ്ങൾ കേട്ടിട്ടുള്ള കഥയാണ്, പക്ഷെ ഇത്തരം സമയത്ത് നല്ല കഥയാണ് ഓർത്തിരിക്കാനായിട്ട്. ഒരു ഷെഫ്, ഒരു പാചകക്കാരൻ്റെ മകൻ ഒരു ദിവസം അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു, അച്ഛൻ ഞാൻ മടുത്തു, അച്ഛൻ എൻ്റെ ജീവിതം മടുത്തു, ഇനി ഭാഗ്യം കെട്ടവനാണ്. ഒരു പ്രശ്നം ഒന്ന് പരിഹരിക്കുമ്പോൾ അടുത്ത പ്രശ്നം വരും. നമ്മളെല്ലാവരും പറയുന്നതല്ലേ, എന്നാൽ അതൊന്ന് പരിഹരിച്ച് തീർക്കുമ്പോൾ അടുത്ത പ്രശ്നം വരെയായി. അപ്പം എനിക്ക് മടുത്തു എന്ന്. അച്ഛൻ ഒന്നും പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞു ബാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പണിസ്ഥലമായ അടുക്കളയിലേക്ക് കൊണ്ടുപോയി. അടുക്കളയിൽ കൊണ്ടുപോയിട്ട് ഒരു വെള്ളം എടുത്തിട്ട് പറഞ്ഞു, അതിനകത്ത് 3 പാത്രം എടുത്ത് വെള്ളം വെച്ചു. ഒരെണ്ണത്തിലൊരു ഉരുളക്കിഴങ്ങിട്ടു, ഒരെണ്ണത്തിലൊരു മുട്ടയിട്ടു, അടുത്തതിനകത്ത് ഒരു കാപ്പിപ്പൊടി ഇട്ടു. എന്നിട്ട് പറഞ്ഞു ഓക്കെ നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് 3 അടുപ്പുകളിലായി ഇത് 3ഉം വെച്ച് തിളപ്പിച്ചു. മകൻ നോക്കിയിരിക്കുക, ജീവൻ മരണ പ്രശ്നം പറയുമ്പോഴാണ് അച്ഛൻ്റെ തിളപ്പീര് പരിപാടിയും കൊണ്ട് വന്നിരിക്കണമെന്ന്. അച്ഛനും കുറച്ച് നേരം തിളച്ചതിന് ശേഷം അച്ഛനെടുത്തിട്ട് പറഞ്ഞു ഓക്കെ ഇനി ഇതും നീന്നും 3 ഒന്ന് തൊട്ട് നോക്കുമെന്ന്. 3ഉം തൊട്ടു. എന്നിട്ട് ചോദിച്ചാൽ എന്ത് കണ്ടു? എന്തുകൊണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എഗ്ഗ് മുട്ട പുഴുങ്ങി കാപ്പി ഉണ്ടാക്കി, ഇത്രയല്ലേ ഉള്ളൂ. അങ്ങനെയല്ല മകനെ, അതിനെ നീ മറ്റൊരു തരത്തിൽ കാണൂ. 3ഉം അതിന് മുമ്പുള്ളത് എന്തായിരുന്നു? കാപ്പിയുടേതായ ഒരു നിലനിർത്തുന്നുണ്ടായിരുന്നു, പക്ഷെ അത് നാവിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ മുട്ടയാണെ ഒന്ന് തൊട്ടാൽ പൊട്ടിപ്പോകുന്നതായിരുന്നു. എന്നാൽ ഉരുളക്കിഴങ്ങ് സാമാന്യം സ്റ്റേഡിയായിട്ട് തൊട്ടാലോ എറിഞ്ഞാലോ ഒന്നും കുഴപ്പമില്ലാതെ നിന്നു. പക്ഷേ ഒരേ പ്രോസസ്സിൽ കൂടിയാണ് ഇത് 3ഉം കടന്നുപോയത്. ഉരുളക്കിഴങ്ങ് നോക്കൂ, വല്ലാതെ മയമായി അളിഞ്ഞു പോകുന്ന അത്രയും കഷ്ടത്തിലായി. അതേസമയം മുട്ട നോക്കൂ, മുട്ട വീണ്ടും ഹാർഡായിട്ട് ഇനിയിപ്പോൾ എറിഞ്ഞാലൊന്നും സംഭവിക്കില്ല എന്നുള്ള മട്ടായി. അതേസമയം കാപ്പി നോക്കൂ, അത് മറ്റൊന്നുമായിട്ട്, അത് ഏത് സാഹചര്യമായിട്ടാണോ ചേർന്നത് ആ സാഹചര്യവുമായിട്ട് ഇണങ്ങിച്ചേർന്ന് വളരെ മനോഹരമായ മറ്റൊന്നായി അതിനെ മാറ്റിയെടുത്തു. ഇതിലേത് വേണം നമ്മളെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും എന്ന് അച്ഛൻ പറഞ്ഞു. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കഥയാണ്. ഇതിലേതാണ് നമ്മൾ ആവേണ്ടത് എന്ന്. എന്തായാലും ഒരു പ്രതിസന്ധിയിൽ കൂടി പോകുമ്പോൾ പൊട്ടിയടർന്നു പോകുന്ന രീതിയിലാവരുതേ എന്ന് പ്രാർത്ഥിക്കുകയും അതിനായി ട്രൈ ചെയ്യുകയുമാണ് സാധാരണഗതി ചെയ്യുന്നത്.
അതേപോലെ ഒരു കഥയും കൂടെയുണ്ട് എനിക്ക്. ഇത്തരം പ്രതിസന്ധികളിൽ കടന്നു പോകുമ്പോൾ മറ്റുള്ളവരുടെ പ്രതികരണം അവർക്ക് അറിയുന്നുണ്ടാവില്ല നമ്മൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. അപ്പോൾ ആ പ്രതികരണം എനിക്ക്, മറ്റുള്ളവരുടെ പ്രതികരണം പെട്ടെന്ന് സെൻസിറ്റീവ് ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെ ശുഭരാത്രിയൊക്കെ പറഞ്ഞ് എല്ലാ ദിവസവും എന്തെങ്കിലും പ്രശ്നത്തിനെ എനിക്ക് തരണം ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ആ പ്രശ്നത്തിനെ കുറിച്ച് ഒരു കഥയും കൂടെ പറയാമേ. ഒരു ട്രെയിൻ യാത്രയിൽ ഒരു അച്ഛനും അമ്മയും ഒരു 25 വയസ്സുള്ള ഒരു മകനും, 20-25 വയസ്സുള്ള ഒരു മകനും കൂടി ഇരിക്കുകയായിരുന്നു. അവരിങ്ങനെ ട്രെയിൻ യാത്ര തുടങ്ങുമ്പോഴത്തേക്ക് മകൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട്. അച്ഛാ നോക്ക്, ഇല്ല മരമൊക്കെ നമ്മുടെ നേരെ ഓടിപ്പോകുന്നു അച്ഛാന്ന്. അച്ഛനും അമ്മയും ശരി മോനെ കണ്ടോ പച്ചമരം എന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, അച്ഛാ നോക്ക് പുല്ലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, അത് പുല്ലല്ലേ അച്ഛാ എന്ന് പറഞ്ഞു. പറഞ്ഞു അതെ പുല്ല്, പച്ചപ്പുല്ല് കണ്ടോ, അത് വെള്ളം, ഇങ്ങനെ പറയാണ്. കുറച്ച് നേരം പയ്യന് കുഴപ്പമൊന്നും തോന്നുന്നില്ല, നല്ല ഭംഗി, ഒരു കുഴപ്പവും തോന്നാത്ത പയ്യൻ. ഇതെന്തവൻ ഇങ്ങനെ? അച്ഛനാ ഇതെന്താ നിങ്ങളെന്താ കളിക്കുക? അല്ല നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന്, ഇത് 10 വയസ്സായില്ലേ ചെറുക്കണെന്ന് നിങ്ങൾ കുട്ടി കളിക്കുന്നേ പോലെ ഡോക്ടറെ കൊണ്ടോ കാണിക്കുക, നിങ്ങൾ ഉൾപ്പെടെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അച്ഛൻ ചിരിച്ചോണ്ട് പറഞ്ഞു, ഞങ്ങൾ ഉൾപ്പെടെ ഒരു ഡോക്ടറെ അടുത്തുനിന്നാണ് സർ വരുന്നത്, ഞങ്ങളുടെ ഏറ്റവും സന്തോഷമുള്ള ദിവസവും കൂടിയാണെന്ന്. അപ്പോൾ അവർ എല്ലാവരും തന്നെ ചോദിച്ചു എന്താ അത്ര? ഇവൻ ജനിച്ചപ്പോഴേ അന്ധനായിരുന്നു, ഇന്നലെയാണ് ഇവൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് കാഴ്ചകൾ ശരിക്കും വീണ്ടും കിട്ടിയത്. വീട്ടിലേക്കുള്ള മടക്കയാത്രയിലാണ്, അവൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അവൻ ഇന്ന് വരെ ഭാവനയിൽ കണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സ്വാഭാവികമായും അവൻ എക്സൈറ്റഡ് ആവും, അവനേക്കാൾ ഞങ്ങൾ എക്സൈറ്റഡ് ആവും. നല്ല കഥയല്ലേ? നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്താൻ പോകുമ്പോൾ ഒന്ന് ഓർമ്മ വെക്കാൻ ഏറ്റവും പറ്റിയ കഥ. ശുഭരാത്രി.